അങ്ങനെ ജനനായകൻ ചിത്രത്തിന്റെ ഒരു വമ്പൻ അപ്ഡേറ്റ് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ടീം ബാലയ്യയുടെ ഭഗവത് കേസരി എന്ന ചിത്രത്തിന്റെ റൈറ്റ്സ് ഏകദേശം 4.5 കോടി രൂപ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുകയാണ്. ആ ഒരു ചിത്രത്തിന്റെ മുഴുവൻ റൈറ്റ്സ് അല്ല, ഏകദേശം ആ ഒരു ചിത്രത്തിൽ ഒരു 3 മിനിറ്റിന്റെ രംഗത്തിന് വേണ്ടിയാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഭഗവത് കേസരി എന്ന ചിത്രത്തിന്റെ റൈറ്റ്സ് ആയാലും സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം പൊളിറ്റിക്സിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിജയ ചിത്രം കൂടിയാണ് ജനനായകൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ട് വലിയൊരു ഗ്രാൻഡ് റിലീസായിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു ഹൈപ്പ് തന്നെയാണ് ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ടൊവിനോ തോമസ് നായകനെ ഈ വരുന്ന മെയ് 23 തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് എല്ലാവർക്കും നല്ല രീതിയിലുള്ള എക്സ്പെക്ടേഷൻ തന്നെയാണ് ഉള്ളത്. കാരണം ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ കിടിലമായിട്ട് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. അതേ ദിവസം തന്നെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജരൻ എന്ന ചിത്രം. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ, പുതിയൊരു ട്രെയിലർ ചിത്രത്തിന്റെ ടീം ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ നല്ല രീതിയിലുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിലൂടെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു കിടിലൻ കംബാക്ക് ഉണ്ടാകുമെന്നാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ച ഒരു ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിൽ നേടാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആസിഫ് അലി നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂൺ 6 ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം തന്നെ ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ആസിഫ് അലി ചിത്രത്തിനൊക്കെ നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം ഇപ്പോൾ ഉള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ ആസിഫ് അലിയുടെ കിടിലമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശിവകാർത്തി നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മദ്രാസി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ക്ലൈമാക്സ് ഷൂട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ശ്രീലങ്കയിലാണ് മേജറായിട്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡിറ്റൈനർ ചിത്രം തന്നെയാണ്. ചിത്രം വരുന്ന സെപ്റ്റംബർ 5 വേൾഡ് ആയിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ARM എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ജിതിൻ ലാൽ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജിന് വേണ്ടി ഒരു ചിത്രമായിരിക്കും നേരത്തെ തന്നെ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് ഏകദേശം ഒന്ന് ലോക്ക് ആയിട്ടുണ്ട്. ഇതൊരു വലിയൊരു സ്കെയിലിൽ ഒരുങ്ങുന്ന ചിത്രമാണെന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ VFX-നും AIക്കും ഒക്കെ വേണ്ടിയുള്ള വർക്കുകളൊക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വർക്കുകളൊക്കെ ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടറായിട്ട് ജിതിൻ പഠിക്കുകയാണെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ പുതിയ സ്കിൽസ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കുകയാണെന്നൊക്കെയാണ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ധനുഷ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് കലാം എന്നാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത് ആദ്യ ഒരു ചിത്രത്തിന്റെ സമയത്തുള്ള ഓം റാവുത്ത് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. കിടിലമായിട്ട് തന്നെയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത്. ഓസ്ലർ എന്ന ചിത്രത്തിന് ശേഷം ജയറാമേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രത്തെ പറ്റി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്നത് 2018 എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ സമയത്തുള്ള ജൂഡ് ആന്റണി ജോസഫ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഹൈ ബഡ്ജറ്റ് ചിത്രമായിരിക്കുമെന്നും കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായി വരാൻ പോകുന്നത് ഗോകുലം ഗോപാലിനൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തരംഗമാകുന്നുണ്ട്. ഇതൊരു ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല. ജയറാമേട്ടന്റെ അടുത്ത പ്രൊജക്റ്റിനെ പറ്റിയുള്ള കുറെ റൂമറുകളൊക്കെ വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് ആയാലും ഒഫീഷ്യലി ലോക്ക് ആവുകയാണെങ്കിൽ അടുത്തൊരു കിടിലം ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ലാലേട്ട ചിത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ അപ്ഡേറ്റ് വന്നെന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കിയേക്കാം. ആദ്യത്തെ ചിത്രമാണ് വൃഷഭ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ലാലേട്ടന്റെ ഒരു കിടിലം പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ചിത്രം ഈ വർഷം വരുന്ന ഒക്ടോബർ 16 വേൾഡ് തിയേറ്ററിലേക്ക് പാൻ റിലീസായി എത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചിത്രമാണ് കണ്ണപ്പ എന്ന ചിത്രം. ചിത്രം ജൂൺ 27 തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ ഭാഗത്ത് ഒരു കിടിലം പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. അടുത്ത ചിത്രമാണ് ദിലീപേട്ടൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഫാ ഫാ ബാ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ പോസ്റ്റർ അല്ല പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് ഡയറക്ടർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലൂടെ ലാലേട്ടന്റെ ഒരു കൈയുടെ ഒക്കെ ഒരു സ്റ്റില്ല് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിലുള്ള സ്റ്റില്ലൊക്കെയാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചിത്രമാണ് സത്യനന്ദിക്കാടുമായിട്ട് ഒന്നിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഹൃദയപൂർവ്വം എന്നൊരു ഫാമിലി എൻ്റർടൈനർ ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. മാളവിക മോഹനും സന്ദീപും കൂടാതെ ലാലേട്ടനുമുള്ള ഒരു കിടിലം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇനിയും വരാനിരിക്കുന്ന ലാലേട്ടൻ പ്രൊജക്ടുകളിൽ നിന്നൊക്കെ ആയാലും വമ്പൻ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ ചിത്രങ്ങളൊക്കെ വലിയൊരു വിജയമാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ലാലേട്ടൻ്റെ ആയാലും കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.